പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ ഭൗതിക സുഖത്തിൻ്റെ കാരകനായ ശുക്രൻ്റെ ചാരവശാലുള്ള സ്വന്തം ക്ഷേത്രം ഇടവൻ രാശിയിലേക്കുള്ള മാറ്റം. ആ മാറ്റം എപ്രകാരം മേടം മുതൽ 12 രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ്. ശുക്രൻ മാറുമ്പോൾ നാം ഒരു കാര്യം ആലോചിക്കണം. ശുക്രനും വ്യാഴവും ജ്യോതിഷത്തിൽ ആചാര്യഗ്രഹങ്ങളാകുന്നു. വ്യാഴം ദേവാചാര്യൻ, ശുക്രൻ അസുരാചാര്യൻ. ആത്മീയമായ സുഖത്തിൻ്റെ പൂർണ്ണതയാകുന്നു വ്യാഴം. എന്നാൽ ഭൗതിക സുഖത്തിൻ്റെ മെറ്റീരിയൽ ആയി ബന്ധപ്പെടുന്ന ജീവിതത്തിൻ്റെ എല്ലാ ഭാഗധേയവും നിർണ്ണയിക്കുന്ന ഗ്രഹമാകുന്നു ശുക്രൻ. 2 ആചാര്യഗ്രഹങ്ങളെ സ്പർശിച്ചു. 4-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോഴും ശുക്രൻ നിൽക്കുമ്പോഴും ഹോരാചാര്യർ ഒരു ഫലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സുഖി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ശാസ്ത്ര കുതുകികളായ ജ്യോതിഷ പ്രേമികൾ, ജ്യോതിഷ വിദ്യാർത്ഥികൾ, ഗുരുനാഥന്മാർ ഇപ്രകാരം മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഗുരുക്കന്മാർ നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. 4-ാം ഭാവത്തിൽ വ്യാഴം വന്നാലും സുഖി, സുഖം അസ്യ അസ്തി സുഖി, ഇയാൾ സുഖത്തോടു കൂടിയിരിക്കുന്നു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ആ വ്യാഴം ആത്മീയമായ സുഖത്തിൻ്റെ ഗ്രഹമാകുന്നു. അദ്ദേഹത്തിന് കിട്ടുന്നത് ആത്മീയമായ സുഖമാണ്. ശുക്രനാണെങ്കിലോ സുഖി എന്നാൽ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയാണ്. ഇതാണ് ഹോരാചാര്യർ ഓരോ ഫലവും പറയുമ്പോഴും ആദ്യം തന്നെ ജ്യോതിഷപ്രേമികളായ വ്യക്തികൾക്ക് നൽകിയിട്ടുള്ള സന്ദേശം. ഹോരാതന്ത്ര മഹാർണവ പ്രതരണേ ഭഗ്നോദ്യമാനാമഹം സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥബഹുളം ച ശാസ്ത്രപ്ലവം പ്രാരംഭേ. ഹോരയാകുന്ന മഹാസമുദ്രം കടക്കുവാൻ ബുദ്ധിമുട്ടുള്ള നിങ്ങൾക്ക് ഞാനിതാ ഒരു തോണിയാണ് നൽകുന്നത്. ശാസ്ത്രമാകുന്ന പ്ലവം തോണി കടന്നു പോകണം നിങ്ങൾ. അത് എങ്ങനെയുള്ള ഹോരയാകുന്നു? സ്വൽപ്പമാണ്. ലോകത്തിലെ എല്ലാ സന്ദേശങ്ങളും 360ഓളം ശ്ലോകങ്ങളിൽ അദ്ദേഹം ഒതുക്കി. വൃത്തവിചിത്രം, പല വൃത്തങ്ങളാണ്. അർത്ഥവിചിത്രം, പല അർത്ഥങ്ങളുമുണ്ട്. നിങ്ങളത് മനസ്സിലാക്കി കൊള്ളണമെന്നർത്ഥം. ആ ഒരു മനസ്സിലാക്കലാണ് ഞാനിപ്പോൾ പറഞ്ഞ 4-ാം ഭാവത്തിൽ വ്യാഴം നിന്നാലും ശുക്രൻ നിന്നാലും സുഖി എന്ന വാക്കിന് അർത്ഥം വ്യാഖ്യാനിച്ചിരിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എപ്പോഴാണ് പ്രവേശിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. 2025 മിഥുനമാസം 15 മുതൽ കർക്കിടക മാസം 5-ാം തീയതി വരെയുള്ള 26 ദിനങ്ങളിലാണ് ശുക്രൻ ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ഇംഗ്ലീഷ് തീയതി പ്രകാരം 2025 ജൂൺ 29-ാം തീയതി മുതൽ 2025 ജൂലൈ മാസം 25-ാം തീയതി വരെയുള്ള 26 ദിനങ്ങൾ. ഇനി നമുക്ക് പരിശോധിക്കാം, ഈ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ വരുമ്പോൾ എന്തൊക്കെ ശുഭാശുഭ ഫലങ്ങൾ എൻ്റെ ഓരോ രാശിക്കാർക്കും അനുകൂലമായി വരുമെന്ന ശുഭാശുഭ ചിന്തകൾ. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2-കാൽ നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ കർക്കിടക രാശിക്കാർക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, സ്വതവേ 12-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴമൊക്കെ മാനസികമായി അസ്വസ്ഥതകൾ ഉണ്ടാക്കും. എന്നാൽ മറ്റൊരു വളരെ അനുകൂലമായ ദിവസങ്ങൾ, ഈ ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റം വളരെ അനുകൂലമായി ഭവിക്കുന്നതാണ് കർക്കിടകം രാശിക്കാർക്ക്. കർക്കിടക രാശിക്കാർക്ക് ശുക്രൻ 2 ഭാവങ്ങളുടെ ആധിപത്യമാണ്. ഒന്ന് 11-ാം ഭാവാധിപത്യം, ലാഭാധിപത്യം. മറ്റൊന്നോ 4-ാം ഭാവാധിപത്യം. 4-ാം ഭാവത്തിൽ അമ്മമാർ, മരുമക്കൾ, വീട്, വാഹനങ്ങൾ, ആഡംബരങ്ങൾ, സുഖഭോഗങ്ങൾ, എല്ലാ രീതിയിലുള്ള ഭൗതിക സുഖങ്ങൾ, സുഹൃത്തുക്കൾ, ജലാശയങ്ങൾ, ഇതൊക്കെയാണ് 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. ആ 4-ാം ഭാവാധിപനായ ശുക്രൻ നിൽക്കുന്നത് ഏറ്റവും ശക്തമായ 11-ാം ഭാവത്തിലാണ്. വളരെയധികം വേനലിൽ ഒരു മഴ പോലെ കർക്കിടക രാശിക്കാർക്ക് ഊഷരതയിൽ നിന്നും ഉർവരതയിലേക്ക്, ഫലഭൂയിഷ്ടമായ സ്ഥലത്തേക്കുള്ള ജലത്തിൻ്റെ കുത്തൊഴുക്ക് പോലെ വരണ്ട ഭൂമിയിൽ നിന്നും അനുകൂലമായ ഒരു മാനസിക സ്വസ്ഥത ലഭിക്കുന്ന സമയമാണ്. ഇവിടെ സ്വന്തം ക്ഷേത്രത്തിൽ ലാഭാധിപനായ ശുക്രൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. സലാഭഹ എന്നാണ് ഹോരാചാര്യർ ഫലം പറഞ്ഞിരിക്കുന്നത്. 11-ൽ ശുക്രൻ നിൽക്കുമ്പോൾ ഇയാൾ ലാഭത്തോടു കൂടിയിരിക്കും. എന്തെല്ലാം ലാഭങ്ങൾ ഉണ്ടാക്കും? ഏറ്റവും നല്ലൊരു ലാഭം സന്താന ശ്രേഷ്ഠമാണ്. 11-ലെ ശുക്രൻ നോക്കുന്നത് 5-ാം ഭാവത്തിലേക്കാണ്. അതിനാൽ സന്താന വിഷയത്തിൽ നല്ല തീരുമാനങ്ങളാകാം. അവരുടെ വിദ്യാഭ്യാസം, യാത്ര, സ്കോളർഷിപ്പുകൾ, അവരുടെ വിദേശ പഠനം ഇതിനനുകൂലമായി വരുന്ന സമയമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പ്രായമുള്ള മുത്തശ്ശനും മുത്തശ്ശിക്കും തനിക്ക് തൻ്റെ പൗത്രിമാരെ കാണുവാനുള്ള, അല്ലെങ്കിൽ തൻ്റെ മക്കൾക്ക് സന്താനങ്ങൾ ഉണ്ടാകുവാനുള്ള സമയമാണ്.
പിന്നെ പ്രധാനപ്പെട്ട വിഷയം, ഇവിടെ വാഹന ലാഭമുണ്ടാകും, അമ്മമാർ മരുമക്കൾക്ക് സുഖമുണ്ടാകും, വീട്ടിൽ കൂടാൻ അനുകൂലമായ സമയമാണ്. അങ്ങനെ ധാരാളം നന്മകൾ പ്രദാനം ചെയ്യും കർക്കിടക രാശിക്കാർക്ക് 26 ദിവസക്കാലം 11 നിൽക്കുന്ന ശുക്രൻ. ഭൃഗുർ ലാഭകോ ലാഭതോ യസ്യ ലഗ്നാൽ സ്വരൂപം മഹീവം ച കുര്യാച്ച സമ്യക്. 11 ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രൻ ലാഭത്തെ ഉണ്ടാക്കുന്നു. എല്ലാ ലാഭവും ഭൗതികമായ സുഖങ്ങളുടെ പൂർണ്ണത ഉണ്ടാക്കുന്നു, നല്ല രൂപത്തെ ഉണ്ടാക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുവാനുള്ള ഒരവസരങ്ങൾ തരുന്നു. അതിനാൽ അധികാരം, പവർ, സുഹൃത്തുക്കളുടെ ഗുണം, വിദേശയാത്ര, സൗഭാഗ്യങ്ങളൊക്കെ ഈ ശുക്രൻ ഉണ്ടാക്കും. ലസൽ കീർത്തി സത്യാനുരാഗം ഗുണാഢ്യം. തൻ്റെ ഗുണങ്ങളാൽ തനിക്ക് അംഗീകാരം ലഭിക്കുന്നു. കീർത്തിയും സത്യവും തനിക്ക് തന്നിലുണ്ടെന്ന് ജനങ്ങൾ അറിയുന്നു. മഹായോഗം ഐശ്വര്യ തേജോധികഞ്ച. നല്ല ഐശ്വര്യവും തേജസ്സും പ്രദാനം ചെയ്യും ഈ 26 ദിവസക്കാലം കർക്കിടകൻ രാശിക്കാർക്ക് ഈ 11 ശുക്രൻ നിൽക്കുന്ന സമയത്ത്. വളരെ അനുകൂലമാണ് ഈ ഒരു സമയം. അതിനാൽ വാഹനം, ഭൂമി വാങ്ങൽ, ഒരു ഭൂമിയുടെ ലാഭം, രജിസ്ട്രേഷൻ, പ്രമാണങ്ങൾ എഴുതൽ, ഇതൊക്കെ കർക്കിടക രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ സമയമാകുന്നു. എല്ലാ കർക്കിടക രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു 26 ദിവസത്തെ കാലം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.